മുസ്ലിം ലീഗ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള നിധിവേട്ട പുരാവസ്തു വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കുമ്പള ആരിക്കാടിക്കോട്ടയിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിന്റെ നേതൃത്വത്തിലായിരുന്നു നിധി കണ്ടെത്താനായി കിണറിൽ കുഴിച്ചത്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാറിന്റെ നേതൃത്വത്തിലായിരുന്നു പൈതൃക സ്മാരകമായ കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കിണറിൽ കുഴിച്ചത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കോട്ട സംരക്ഷിത സ്മാരകം കൂടിയാണ്. സംഭവത്തിൽ പുരാവസ്തു വകുപ്പ് കുമ്പള പോലീസിൽ പരാതി നൽകി. ദേശീയപാതയ്ക്കരികിലെ കോട്ടയിലെ കിണറിലാണ് നിധി കണ്ടെത്താനായി സംഘം തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണു കിളച്ചത്. വെള്ളമില്ലാത്ത കിണറിൽ കിളക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ മൊഗ്രാൽ പുത്തൂർ പാൽത്തൊട്ടി MA ഹൗസിലെ KA മുഹമ്മദ് ജാഫർ, പാലക്കുന്ന് ചിറമ്മൽ ഹൗസിലെ അജാസ്, മടിക്കൈ കൂട്ടപ്പുന ഷഹദ് മൻസിലിലെ NK സഹദുദ്ദീൻ, മുളിയാർ നെല്ലിക്കാട് ഹൗസിലെ മുഹമ്മദ് ഫിറോസ് എന്നിവരാണ് അറസ്റ്റിലായത്. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്നതിനാലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോട്ടയിലെത്താനുള്ള റോഡ് അടഞ്ഞുകിടക്കുന്നതിനാൽ സഞ്ചാരികൾ എത്തുന്നതും കുറവാണ്. കോട്ടയുടെ മിക്ക ഭാഗങ്ങളിലും കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇത് സംഘത്തിന് സഹായകരമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.